الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا
ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم فوالله ما الفقر أخشى عليكم ولكن أخشى عليكم أن تبسط الدنيا كما بسطت على من كان قبلكم فتنافسوها كما تنافسوها وتهلككم كما أهلكتهم صدق رسول الله صلى الله عليه وسلم. अख्तरे शाम की आती है फलक से आवाज अख्तरे शाम की आती है फलक से आवाज सजद करती है जिसे सहर वो है आज की रात रहे एक गाम है हिम्मत के लिए अर्शे बरी कह रही है ये मुसलमान से मिअराज की रात अहमदुल्लाह मुसल्लियन मुसल्लिमन अला अहमदिन वल आलि वल अस्हाबि मन लिल आलि ला इलाहा इल्लल्लाह بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله قلبي مذ أتيت واديا قاف ما تابعوا إيداد طه تاليا لتالي لا إله إلا الله ثاب ثابت الثرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد الجمع لرجال جال لا إله إلا الله
മഹനീയമായ ഈ സദസ്സിന് അധ്യക്ഷം അലങ്കരിക്കുന്ന മഹലിന്റെ ആദരണീയനായ പ്രസിഡന്റ് അബ്ദുസ്സലാം സാഹിബ് അവറുകൾ, ഈ സദസ്സിന് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുവന്ദരാകുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ആത്മീയമായ നേതൃത്വം ബഹുവന്ദരാകുന്ന സദർ ഉസ്താദ് അവറുകൾ, പ്രാരംഭ ദുആ കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കി തീർത്ത തഴവ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം ബഹുവന്ദരാകുന്ന സയ്യിദ് അമാനുല്ലാ അൽ ബാഫഖി തങ്ങളവറുകൾ, ആമുഖ ഭാഷണം കൊണ്ട് ധന്യമാക്കി തീർത്ത ബഹുവന്ദരാകുന്ന ഇമാം മുഹമ്മദ് സജീർ യമാനി ഉസ്താദ് അവറുകൾ, വേദിയിൽ ഭവിഷ്യരായിരിക്കുന്ന സമുന്നതരായ ഉലമാക്കൾ, ഹബീബുല്ലാഹ് ഉസ്താദ് അടക്കമുള്ള പ്രിയപ്പെട്ട ഉലമാക്കളെ, മഹലിന്റെ കർമ്മോത്സുകരായ പരിപാലക സമിതി അംഗങ്ങളെ, സഹോദര സഹോദരിമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം, വളരെ ശ്രേഷ്ഠമായ റജബ് മാസം, വളരെ പുണ്യമാക്കപ്പെട്ട രാവിലെ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. സർവ്വവിധ വ്യാധികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ, ഉടയവർ, നമ്മുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹു ഏവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ വെളിയിൽ നിൽക്കുന്ന പുരുഷന്മാരെല്ലാവരും അകത്തേക്കൊന്ന് കയറിയിരുന്നോളീൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ബാക്കിലിരിക്കുന്ന ആളുകൾ പരമാവധി ഒഴിവുള്ള കസേരയിലേക്കൊന്ന് കയറിയിരുന്നോളീൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാളണ്ടിയേഴ്സായി നിൽക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കും. ആ ഇടയിലേക്ക് ഉള്ളിലേക്ക് അകത്തോട്ടിരുന്നാൽ വരുന്നവർക്ക് സൗകര്യവും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ബാക്കിൽ ഒന്ന് മുന്നോട്ടിരുന്നോളൂ. ഇവിടെ ഈ ഭാഗത്ത് ഒഴിവുണ്ടല്ലോ, ആ വലത്തെ സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ഒന്ന് മുന്നോട്ടിരുന്നോളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്ര താല്പര്യത്തിൽ നമ്മൾ മുമ്പോട്ടിരിക്കുന്നോ അതേപോലെ നാളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഏവർക്കും സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വരട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ആ എഴുന്നേറ്റ് വരുന്ന എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ഒന്നും മുന്നോട്ടിരുന്നോളി. 2 സഫ് മുന്നോട്ടിരിക്കും. എന്തായാലും മസലയൊന്നും ചോദിക്കുന്നില്ല, ധൈര്യമായിട്ടിരിക്കാം. സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും പുറയിലത്തെ ബെഞ്ചിൽ, ഇവിടെയും പുറയിലത്തെ ബെഞ്ചിൽ പോയിരിക്കേണ്ട, ഫ്രണ്ടിലിരുന്നോളി. അള്ളാഹു നമ്മളെ ബറക്കത്തിലാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് നീട്ടുന്നില്ല, കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് ദീനിയായ ചർച്ച ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഇന്നലെ വൈകിട്ട് മുതൽ നല്ലൊരു പനി, അതുകൊണ്ട് തന്നെ ശബ്ദവും പ്രശ്നമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇൻഷാ അല്ലാഹ്, മാസങ്ങളായി ഈ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിലായിരുന്നു കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ദിനമാണ്. വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു മജ്‌ലിസിന് വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് വളരെ അഭിവാജ്യമാണ്. നാട്ടിൽ എത്തിച്ചേരൽ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ആരോഗ്യപരമായി പ്രശ്നമുണ്ടെങ്കിലും എത്തണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ എത്തിച്ചേർന്നത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്‌ലിസിന് ബഹുനിരാകുന്ന സദർ ഉസ്താദ്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ആരോഗ്യപരമായി വളരെയേറെ ക്ഷീണിതനാണ്. നമുക്കൊക്കെ നേതൃത്വം നൽകിയവരാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. ധാരാളം കാലം നമുക്ക് ആത്മീയമായ തണൽ നൽകാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഉസ്താദ് അവറുകൾ നമുക്ക് വേണ്ടി ചെയ്ത ദീനിയ ഖിദ്മത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളുമൊക്കെ ആത്മീയമായി നമുക്കൊക്കെ ഉയർച്ച ലഭിക്കാൻ ഉസ്താദിന്റെ ദീർഘകാല സേവനത്തിന് വലിയ അവസരമുണ്ടായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
ആഫിയത്ത് അല്ലാഹു ഉസ്താദിനെ എക്കാലഘട്ടത്തിലും നിലനിർത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ദുആ ആണ് ഈ സദസ്സിന് ആമുഖമായി നൽകുന്നത്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരു പള്ളി ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ നാട്ടിൽ എല്ലാവിധ ബറക്കത്തിനും ഹേതുവാണ്. ആ നാട്ടിൽ തീർച്ചയായും എല്ലാ വിപത്തുകളെ തൊട്ടും അള്ളാഹു കാവൽ നൽകും. എല്ലാവിധ എടങ്ങേറ് ബലാ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാക്കും എന്ന് നാം തിരിച്ചറിയണം. ലോകത്ത് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. അതിന് ഫൗണ്ടേഷൻ ഇട്ടത് ആദ്യമായി മലക്കുകളാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അതിന് ഫൗണ്ടേഷൻ ഇട്ടത് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാം അതിന് ഫൗണ്ടേഷൻ ഇട്ടു. 40 കൊല്ലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ രണ്ടാമതായി ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. അതാണ് ജെറുസലേമിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ അയ്യു മസ്ജിദിൻ വദിഅ ഫിൽ അർളി അവ്വലു, ലോകത്താദ്യമായി എടുക്കുന്ന പള്ളി ഏതാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ടതായ പള്ളി ഏതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി മറുപടി നൽകുകയാണ്, അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ പള്ളിയാണ് ലോകത്താദ്യമായി നിർമ്മിക്കപ്പെടുന്നത്. ثم أي يا رسول الله, രണ്ടാമത് ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമതായി ലോകത്ത് പണിയപ്പെടുന്നതായ പള്ളി അത് മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിലെ ശ്രേഷ്ഠമായ പള്ളിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. മൂന്നാമതായി നബി തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, കംബൈനഹുമാ, ഇത് രണ്ടിനുമിടയിൽ എത്ര വർഷക്കാലമുണ്ടായിരുന്നു റസൂലേ? ഒന്നാമത്തെ പള്ളി പണിത് രണ്ടാമത്തെ പള്ളിക്ക് പണിയാൻ എത്ര കാലങ്ങൾ എടുത്തു ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത്. ശേഷം 40 കൊല്ലത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖ്സായ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി 40 സനത, 40 കൊല്ലമാണ്, വർഷമാണ്. അപ്പൊ പരിശുദ്ധമായ കഅബ പണിത് 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം രണ്ടാമതായി ഒരു പള്ളിക്ക് ഫൗണ്ടേഷൻ ഇടുന്നത്. അത് പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് പുണ്യമാക്കപ്പെട്ടതായ ഫലസ്തീനിലാണ്. ലോകത്ത് രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണത് ഫലസ്തീൻ. ഇന്ന് ചർച്ചയിൽ ലോകമെമ്പാട് ജനങ്ങളുടെ ഹൃദയവും ജനങ്ങളുടേതാകുന്ന കാതും ചർച്ചയും നിലകൊള്ളുന്നതാകുന്ന ഫലസ്തീനി മക്കൾ അള്ളാഹു പരിപൂർണ സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. ആ നാട്ടിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം പണിതതാകുന്ന ഫൗണ്ടേഷൻ ഇട്ട പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അറിയണം, ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖിദ്ർ മസ്ജിദ് എന്ന് പറയുന്ന മഹനീയമായ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ ലോകത്താദ്യമായി പടുക്കപ്പെട്ട പള്ളിയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തെ ഏറ്റവും ആദ്യമായി പണിയപ്പെട്ട പള്ളി അത് വിശുദ്ധമായ കഅബയാണ്. ഏറ്റവും പവിത്രതയുള്ള പള്ളിയും അത് തന്നെയാണ്.
بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم وما دخله كان آمنا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അല്ലാഹു നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. മുബാറക, ആ പള്ളിയുടെ പവിത്രത എന്തെന്നറിയുമോ? അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്, ബറക്കത്തിന്റെ ഗേഹമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, ബറക്കത്തിനെ ആഗ്രഹിക്കുന്നവരല്ലയോ നമ്മൾ? ഏറ്റവും ബറക്കത്തിന്റെ നിദാനമായി അല്ലാഹു നിർമ്മിച്ചതായ ഗേഹമാണ് വിശുദ്ധമായ കഅബ എന്ന് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ കലാം. മുബാറക, ലോകത്തുള്ള സർവർക്കും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആ ഗേഹത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ബറക്കത്തുള്ള ഗേഹമാണ്, വിശുദ്ധമായ കഅബ. വഹുദൽ ലിൽ ആലമീൻ. തീർന്നില്ല, ലോകർക്ക് മുഴുവൻ സന്മാർഗത്തിന്റെ ദീപം തെളിക്കുന്നത്, ലോക ജനതയ്ക്ക് മുഴുവൻ സന്മാർഗമാണ്. കേവലം വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും മതമുള്ളവനും മതമില്ലാത്തവനും സർവർക്കും പരിപൂർണമായ ഹിദായത്തിന്റെ വിളക്കുമാടമാണ് വിശുദ്ധമായ കഅബ. അതുകൊണ്ടല്ലേ മൈലുകൾക്ക് ഇപ്പുറത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയിലേക്ക് നാം ഓരോരുത്തരും തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. ഇന്നും തെക്കേ പള്ളിയിലും ബദർ പള്ളിയിലുമൊക്കെ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളതും ഇശാ നമസ്കരിച്ചതും നാം ഏവരും മഗ്രിബ് നമസ്കരിച്ചതും ആ പരിശുദ്ധമാകുന്ന കഅബ കൊള്ളയല്ലയോ? ഇന്നുവരെ ഒരിക്കൽ പോലും മലമൂത്ര വിസർജനം ആ കഅബ കൊള്ളെ നാം നടത്തിയിട്ടില്ല. പരിശുദ്ധമാക്കപ്പെട്ട കഅബയ്ക്ക് തിരിഞ്ഞുകൊണ്ട് നാം തുപ്പാറില്ല, മലമൂത്ര വിസർജനം നടത്താറില്ല, കാല് നീട്ടിയിരിക്കുക പോലും ചെയ്യാറില്ല. അദബാണ്. പരിശുദ്ധമാകുന്ന കഅബയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. അൽഹംദുലില്ലാഹ് വഹുദൽ ലിൽ ആലമീൻ. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ഉരുവിടാനും നിന്റെ നാമം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനനുസരിച്ചുകൊണ്ട് സംസാരിക്കാനും നീ പരിശുദ്ധമാകുന്ന ഖുർആൻ മനഃപ്പാഠമാക്കാനും സ്കൂൾ വിദ്യാഭ്യാസം നുകരുന്ന മക്കൾ സ്കൂളിലെ കാര്യങ്ങൾ മനഃപ്പാഠമാക്കാനും എന്ത് കാര്യത്തിനും തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധമാകുന്ന കഅബ കൊള്ളെ തിരിയലാണ്. വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതാകുന്ന ദീപം കളിക്കുന്നതായ നഗരമാണ്, നാടാണ് പരിശുദ്ധമായ കഅബ. മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. നല്ലതുപോലെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ആ കഅബയൊന്ന് നേർക്ക് നേരെ കാണാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണ് സഹാബ, പുണ്യമാണ്. ഒന്ന് പരിശുദ്ധമായ ഖുർആനാണ്, 2 നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖമാണ്, 3-മത്തത് പരിശുദ്ധമായ കഅബയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോക്കിയിരുന്നാൽ പോലും കൂലിയാണ്, ഹിദായത്ത് ലഭിക്കാൻ നിദാനമാണ്. ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ കൂലി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പള്ളിക്ക് അകത്ത് കയറണ്ട, എന്ത് ചെയ്താൽ മതി? നോക്കിയിരുന്നാൽ മതി. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കൂലിയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആ കഅബയോട് ചുറ്റുവട്ടം എടുക്കപ്പെട്ടതാണ് മസ്ജിദുൽ ഹറാം. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ ഹദീസിൽ കാണാം 1,00,000 റക്അത്ത് നിസ്കരിച്ചതാകുന്ന പ്രതിഫലം അവന് ലഭിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഈ ഹദീസ് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം. ഒരു റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും. എത്രയാണ്? 10,000 അല്ല, 10,000 കോടി റക്അത്തുകൾ നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാദാ സീദാ സുന്നത്താണ് ഈ പറയുന്നത് കേട്ടോ. സാദാ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത്, ജമാഅത്തിന്റെ അല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ പള്ളികൾ അതിന്റെ മഹത്വം അറിയണം. അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സുലൈമാനിക്ക ആശു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കം വരുന്നുണ്ട് സുലൈമാനിക്ക? ഇല്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. സുലൈമാനിക്ക 5 വഖത്ത് പള്ളിയിൽ പോകുന്ന വ്യക്തികളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിക്കണേ, നമ്മൾ എന്ത് ചെയ്യണം? പള്ളിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയുടെ മഹത്വം എന്ത് ചെയ്യണം? ആദ്യം അറിയണം. അപ്പോഴല്ലേ നമ്മൾ കൊടുക്കുന്നതിലും കാര്യമുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്താണ് പള്ളി എന്നുള്ളത് അറിയണമല്ലോ, അതിന്റെ മഹത്വം അറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അവന് 1,00,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിച്ചതായ നേട്ടമാണ്. ഈ ഹദീസ് വിശദീകരിച്ചാണ് ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിന്റെ ആധികാരിക തുഹ്ഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 1,00,000 എന്ന് പറഞ്ഞാൽ 10,000 കോടിയാണ് അതിന്റെ മഹത്വം. ഒരു റക്അത്തിന് 10,000 കോടി. മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലിക്കും ജുറുഹും ഖുസയ്യ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബ പണിതത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, 12ഓളം മഹൽ വ്യക്തിത്വങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കഅബ പൂർണ്ണമായി നിർമ്മിച്ചതല്ല. ഓരോ വർഷങ്ങൾക്ക് ശേഷം ചിലർ പണിതിന് ശേഷം കാലഹരണം സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചപ്പോ അത് പിന്നീട് പണിയേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായി നാം പറഞ്ഞു ആരാണ് പണിതത്? മലക്കുകളാണ് കൈവച്ചത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാ കൈവച്ചത്? സയ്യിദുനാ ആദം. ഉറക്കം പറയൻ അലൈഹിസ്സലാം. ആദനബി അലൈഹിസ്സലാം പണിതിന് ശേഷം പിന്നീട് രണ്ടാമതായി ഇതിൽ കൈവച്ചു സയ്യിദുനാ ശീസ് നബി അലൈഹിസ്സലാം. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ജലപ്രളയത്തിൽ കഅബാലയത്തിന്റെ ഫൗണ്ടേഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ നാമാവശേഷമായി പോയി. അതിന്റെ മുകളിലേക്ക് പിന്നീട് ആ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് പണിയാനുള്ള ചുമതല അള്ളാഹു ഏൽപ്പിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. അതാണ് നമുക്കറിയാവുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ആരോടുകൂടി? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട കഅബ പണിതു എന്ന് ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബിക്ക് അന്ന് വയസ്സ് 100-ന് മുകളിൽ പ്രായമാണ്. 100 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് കഅബ പണിയാൻ വേണ്ടി നിലകൊള്ളുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഹിദായത്തിന്റെ കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പണിതു. ശേഷം ആ കഅബ പിന്നീട് അമാലിക ഗോത്രക്കാർ, ജുർഹും ഗോത്രക്കാർ, ഖുസയ്യ ഖുറൈശികൾ, അബ്ദുല്ലാഹി ഇബ്നു ഹജ്ജാജ്, ബഹുമാനപ്പെട്ടതാകുന്ന മുറാദ്, ഉസ്മാൻ തുടങ്ങിയതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ആ കഅബ പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഓരോ വർഷം കഴിയുന്നോറും ഓരോ കെട്ടിടങ്ങൾക്ക് എന്ത് ചെയ്യും? കേടുപാടുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ അത് വർഷങ്ങൾക്ക് ശേഷം മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഓരോ രാജാക്കന്മാർ, ഗോത്രത്തലവന്മാർ, ഗോത്രക്കാർ ഒക്കെ പണിതിട്ടുണ്ട്. അവസാനമായി 12 ആളുകളെയാണ് തഫ്സീറുകൾ കാണാം. അത് കഴിഞ്ഞു പിന്നീട് വന്ന വ്യക്തിയാണ് 13ാമത്തെ ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം കഅബയ്ക്ക് പണിതിട്ടുണ്ട്. ആരാണ്? ഫഹദ് രാജാവ്. അവസാനമായി അദ്ദേഹമാണ് പണിതത്. അദ്ദേഹം തന്നെയാണ് മസ്ജിദുൽ ഹറാമുൽ പണിതതും പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയൊക്കെ ഇന്നത്തെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ കൊണ്ടുവന്നത്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദ്